വിവാഹവേദിയിലേക്ക് കയറാൻ പോകുന്ന 24-കാരിക്ക് മുന്നിലേക്ക് ഒരു 7 വയസ്സുകാരൻ വന്ന് നിൽക്കുകയാണ്. അവളുടെ മരിച്ചുപോയ മകന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ ഒരു സ്റ്റെതസ്കോപ്പുമായാണ് ആ കുട്ടിയുടെയും കുടുംബത്തിന്റെയും വരവ്. ആ കാഴ്ചയൊന്ന് കാണാം. ഇന്ദുലേഖ എഴുന്നേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ശരിക്കും വൈകാരികമായൊരു ദൃശ്യം. നമുക്ക് ആ കഥ എന്താണ് എന്ന് ആദ്യം പറയാം. ഹിമ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളല്ലേ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ ഇതുപോലെ നമ്മളെ പിടിച്ചുലയ്ക്കാൻ പാകത്തിനുള്ളവയായിരിക്കും. ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല, അത് കണ്ടു നിൽക്കുന്നവർക്കും കൂടെ കണ്ണിനെ ഈറനണിയിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടോ ഉണ്ടാകും അല്ലേ. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇത് എന്താണ് കഥയെന്നല്ലേ, അതായത് കാസി വിൽസൺ എന്ന് പറയുന്ന ഒരു 24-കാരിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂല്യവത്തായിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കാസിക്ക് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്തത് 2 ഇരട്ടക്കുട്ടികളായിരുന്നു, ഇളയത് ഒരു കുഞ്ഞുകുട്ടി. അപ്പം കഴിഞ്ഞ വർഷം, അതായത് 2023 കാസി തൻ്റെ 3 മക്കളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ സഞ്ചരിച്ച വാഹനത്തെ ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പം മൂത്ത 2 ഇരട്ടക്കുട്ടികളിൽ ഒരാളായിട്ടുള്ള മൈൽസ് ഗോഡ്ഫ്രൈ എന്നാണ് അവൻ്റെ പേര്. അവനെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും തലച്ചോറിന് വലിയൊരു പരിക്കേറ്റ് അവൻ ഈ ലോകത്തോട് തന്നെ വിട പറയുകയും ചെയ്തു. അതായത് ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നതിന് മുമ്പേ, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. പക്ഷേ കാസി മരണാനന്തരം തൻ്റെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഒന്നിലധികം പേർക്ക് ദാനം ചെയ്തു. നമ്മൾ ഈ സിനിമയിലും കഥകളിലും ഒക്കെ കാണുമല്ലേ, അതായത് മരിച്ച് ഈ ലോകത്ത് നിന്ന് പോയാലും ചിലരിലൂടെ അവരൊക്കെ ജീവിക്കുമെന്നും, ചിലർക്കത് ഓർമ്മകളായിട്ടാവാം. പക്ഷേ ഈ അവയവദാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അവൻ കാണാതെ പോയ കാഴ്ചകൾ മറ്റൊരാളുടെ കണ്ണിലൂടെ കാണാം, അല്ലെങ്കിൽ അവൻ്റെ നിന്നുപോയ ഹൃദയം മറ്റൊരാളിലൂടെ ഇടിക്കാം, അവൻ്റെ കൈകാലുകൾ മറ്റൊരാളിലൂടെ ചലിക്കാം. അങ്ങനെ ഒരു കഥയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ സിനിമയിലും ചിലപ്പം നമുക്ക് ചുറ്റുമുള്ളവരിലും ഒക്കെ കണ്ടിട്ടുണ്ടാവാം. അത്തരമൊരു സംഭവമായിരുന്നു ഇവിടെയും നടന്നത്. അങ്ങനെ ആ സംഭവം നടന്നു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, അവൾക്ക് പ്രിയപ്പെട്ട വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൾക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം അവളുടെ വിവാഹവേദിയിലേക്ക് നടന്നു കയറുകയായിരുന്നു. അപ്പോൾ അവളെ കാത്തൊരു അതിഥി എത്തി. ഒരു 7 വയസ്സുകാരൻ തൻ്റെ കുടുംബത്തോടൊപ്പമാണ് എത്തിയത്. അവൻ്റെ കയ്യിലൊരു കുഞ്ഞു സ്റ്റെതസ്കോപ്പും ഉണ്ടായിരുന്നു. അവൻ വന്നത് ഇതിനാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊന്നിനും ഇത്രത്തോളം വിലയുണ്ടാവില്ല, അതുപോലൊരു ഗിഫ്റ്റ് അവൾക്ക് സമ്മാനിക്കാനാണ് അവൻ വന്നത്. അവളുടെ മരിച്ചുപോയ 4 വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് അവളെ കേൾപ്പിച്ചു കൊടുക്കാനായിട്ടായിരുന്നു അവൻ വന്നത്. അവളത് കേട്ടു. സന്തോഷം കൊണ്ടും സങ്കടത്താലും ഒക്കെ പൊട്ടിക്കരയുന്ന പെൺകുട്ടിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ആ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരമ്മയുടെ മനസ്സ്, അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും കേൾക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വികാരാധീനമായിട്ടുള്ള ഒരു നിമിഷമാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു പക്ഷേ അവിടെ കൂടി നിന്നവർക്കല്ല, ഇതുപോലൊരു വീഡിയോ ഫോണിലൂടെ അല്ലെങ്കിൽ ടി വിയിലൂടെ കാണുന്ന നമ്മുടെ പോലും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാവാം. അത്തരമൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരമൊരു മനസ്സ് തൊടുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ പറയും ഈ രക്തദാനവും അവയവദാനവും ഒക്കെ ഒരു മഹാദാനമാണ് എന്ന്. ആ ഒരു മഹാദാനത്തിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിഞ്ഞില്ല, അവർ മറ്റൊരു ലോകത്താണെങ്കിൽ പോലും ഇങ്ങനെ ജീവിക്കുന്നവരെ നമുക്ക് കാണുമ്പോൾ ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ അടുത്തുണ്ട് എന്ന് തന്നെ തോന്നിപ്പോകും. അപ്പോൾ എന്തായാലും ആ ഒരു അമ്മയുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഉള്ളും നിറയുന്നുണ്ട്, കാണുന്നവരുടെ കണ്ണും നിറയുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്കറിയില്ല ഏത് നാട്ടുകാരാണ്, എന്ത് ഭാഷയാണ്, ഒന്നും അറിയില്ലെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ ശരിക്കും വൈകാരികമാണ്.